നമസ്കാരം. എടാ, നിന്റെ ഇപ്പോഴത്തെ ഈ സാറേ എന്നുള്ള വിളിയുണ്ടല്ലോ, അത് അറം പറ്റിയതുപോലെയായി. ഇത്രയും കാലം ഇവിടെ ഇരുന്നും കിടന്നും പഠിച്ചെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ നാളെ ഞാൻ ഇവിടെ ഒരു സാറുമായിരിക്കും. നീയൊക്കെ നശിച്ച് നാരായ വേര് തോണ്ടിയാലും ഈ രവിചന്ദ്രൻ ഇവിടെ തന്നെ കാണും. ഓക്കേ. എന്താ നിന്റെ പേര്? നിന്റെ നാശമാണ് നിന്റെയൊക്കെ. സീനിയറിന്റെ അടുത്ത് ഒരുപാട് കളി വേണ്ട, ഒരു ലിമിറ്റിന് കളിച്ചാൽ മതി. ഓക്കെ. രാവിലെ തന്നെ പുറപ്പെട്ടിരിക്കും ഇവിടെ നിന്ന് കുത്തിരിഞ്ഞിട്ട് ഇങ്ങനെ മൊബൈൽ കുത്തി കളിക്കുക. എന്തൊക്കെ ചോദിച്ചാലാണത് പറയില്ല. മോളെ മുഖെന്താ വേണ്ടത്? പ്രിൻസിപ്പൾ അത് വരുന്ന പ്രിൻസിപ്പൾ അയാൾ റൂമിലുണ്ടാവും. പിന്നെ എന്തിനാ പറഞ്ഞ പ്രിൻസിപ്പൾ വരുന്നത്? അങ്ങനത്തെ എന്തെങ്കിലും എനിക്കൊരു ജീവൻ ഉണ്ടായിട്ട് വിചാരിച്ചാട്ടോ. നിങ്ങൾക്ക് എന്താ വേണ്ടി കഴിക്കാൻ? ഒരു ചായ ഒരു പരിപ്പോടെ. ആ, ക്ലാസ് തുടങ്ങാനായതാ, അപ്പോൾ കൊണ്ടുവരാം. ചേട്ടാ, ഒരു വെള്ളച്ചായം പരിപാടി. ഹായ് എമിലി, ഗെയിം കളിക്കായിരിക്കും. ഏതാണ് ഗെയിം? മോനെ, പറ്റുപുസ്തകത്തിൻ്റെ പേജ് തീരാനായിട്ടോ. ഇവിടെ വന്ന് മൂക്കറ്റം കഴിച്ച് പറ്റുപുസ്തകത്തിൽ കണക്കുണ്ടാക്കിച്ച് പൈസ വയ്ക്കുന്ന നേരത്ത് വിളിച്ച് കാണിക്കുന്ന പഴയ കോമഡി ഉണ്ടല്ലോ, അത് ഇവിടെ എനിക്ക് ശരിയാവില്ല കേട്ടോ. നിന്റെ അടുത്ത് നടക്കൂല. അല്ല ചിരിക്കണ്ട. ചേട്ടാ, ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവും. കോളേജ് അല്ല. അല്ല എമിലി, അല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എമിലി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയട്ടെ? പറഞ്ഞോളൂ. എനിക്കൊരു ചായ പരിപ്പടയെ വാങ്ങിച്ചു തരും. കഴിച്ചോളൂ, വാങ്ങിച്ചോളൂ. സത്യം സത്യം. അല്ല, വെറുതെ മോഹിപ്പിക്കരുത്. ഞാൻ ആരെയും മോഹിപ്പിച്ചില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ? But I am alone. ഇത് വലിയ കഷ്ടമായല്ലോ. ചായ വാങ്ങിച്ചു തരാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സിന് വലിയ പുച്ഛമാണ്. ആരാടാ പുറിഞ്ചു ബാക്ക് ബെഞ്ചേഴ്സിനെ കുറ്റം പറയണ? അല്ലളിയാ, ഞാൻ ഒരു ചായയും പരിപ്പടയും വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ലീവ് മീ അലോൺ. ആര്? എമിലി. ഇവളായിരുന്നു. അത് നമുക്ക് ക്ഷമിക്കടാ. ഓ, ഇതിന്റെ ബാക്കിയാവും ഇത്. അല്ല, അതിന്റെ ബാക്കിയായി ഇത്. അതെ, എന്താ എമിലി, നിങ്ങൾക്കൊക്കെ ഞങ്ങൾ സ്നേഹിച്ചാലെന്താ? കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കേ. സോഫ്റ്റ് ആക്കിട്ട് ഇന്നെ ഉണ്ടാക്കി. ഇനി എങ്ങോട്ട് സോഫ്റ്റ് ആക്കാനാ? ഈ പൈസ കൊടുത്താലും നിന്ന് അത്രയൊക്കെ മതി. ഇയാളെന്താ ആനറിയുമ്പോ ചേനറിയണേ? കുറച്ച് മുമ്പ് ക്ലാസ് തുടങ്ങാറേ വരുന്നില്ലേ? ക്ലാസ് തുടങ്ങാനാണ്. ശരിയാ. നീ വന്നുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. പലപ്പോഴടുത്ത് ഞാൻ ഓർഡർ എടുത്ത, പക്ഷെ ഈ കൃത്യമായിട്ട് ചെയ്ത്. എമിലി കാണുമ്പോൾ ചിലപ്പോൾ എന്നെ കൊല്ലും. കൊല്ലാൻ ക്ലാസ് കയറണല്ലോ. ക്ലാസ്സില്ലാട്ടാ. എങ്ങോട്ടാ? പുറത്തോട്ടാ. ഇപ്പൊ വരും. സിനിമയ്ക്കുള്ള പരിപാടി ആയിരിക്കും. അല്ലാട്ടോ, ഒരു ഫ്രണ്ടിനെ കാണാം. ഇപ്പൊ വരും. എന്തായാലും ഒരു വഴിക്ക് പോണല്ലേ, കയ്യിലുണ്ടെങ്കിൽ ഒരു 50 രൂപ വന്നിട്ട് പോകും. ചേട്ടാ, അയ്യോ ചേട്ടാ, അവനെ കാണാൻ വേണ്ടി പോണത് പൈസ മേടിക്കാനാണ് ചേട്ടാ. അപ്പൊ ഒരു കാര്യം ചേട്ടാ, ഞാൻ കൂടുതൽ മേടിച്ചോ. ചേട്ടാ, ഒരു പാവപ്പെട്ടവനാണ് ചേട്ടാ. പാവപ്പെട്ടവനാണ് ഈ കാശ് മേടിക്കാൻ പോണേ. ഇത് വേറെന്തോ കേസാണ്. വിട്ടോ. ഒരുമിച്ചുള്ള എന്തോ പദ്ധതിയാണ്. ഒരുമിച്ചുള്ള എന്തോ പദ്ധതിയാണ്. ഹലോ, എന്ത് പറ്റിയെന്നറിയാൻ ഞങ്ങൾ ഇവിടെ നിൽക്കോ? ചോദിക്കാൻ വന്നേക്കുന്നു. ചിലപ്പോ പെട്രോൾ തീർന്നാവും. എന്റെ വണ്ടിക്ക് പെട്രോൾ തീരാറില്ല. എന്റെ വണ്ടിയിൽ പെട്രോൾ തീരാറില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മോളായിരിക്കും. അയ്യോ ചമ്മി. ആര്? ഞാൻ. എടി നീ നോക്ക്. ഹലോ, എന്താ പ്രോബ്ലം? എന്റെ വണ്ടി തൊട്ട് പോരുത്. അല്ല, എന്താ പ്രോബ്ലം വണ്ടിക്ക്? വണ്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല. കിക്കർ അടിച്ചു നോക്ക്. നമ്മൾ അടിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോ. കിക്കർ അടിക്ക്. ഞങ്ങൾക്കറിയാം നോക്കാൻ. നിങ്ങളുടെ സഹായം ചോദിച്ചില്ലല്ലോ. കിക്കർ അടി. നമ്മൾ അടിച്ചോളാം. ചിലപ്പം
സെൽഫി കുഴപ്പമില്ല. എന്താ കാണിക്കുന്നത്? അളിയാ ദാണ്ട ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണെന്ന് എടി പറഞ്ഞത്. നീ നോക്ക്. സംഭവം എന്താണ് ഞാൻ പറഞ്ഞത്. സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് കിക്കർ അടിക്കണേ. സെൻട്രൽ സ്റ്റാൻഡ് എടി നീ നോക്ക്, പെട്ടെന്ന് നോക്ക്. ഞങ്ങൾ നോക്കിക്കോളാം. അല്ല വേണ്ട ഇത് ഇട്ട് നോക്കട്ടെ. സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് അടിക്കണം. ഞങ്ങൾ ഇട്ടോളാം, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ സഹായം വേണ്ട. അവര് ഇട്ട് പറഞ്ഞില്ലേ മാറി കൈമണ്ടി